ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ, അതായത് ഇടുക്കി ജില്ലയിൽ അടിമാലിക്കടുത്ത് വാളറ എന്ന സ്ഥലത്ത് ഒരു പാസ്റ്ററെ പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ പാസ്റ്ററെക്കുറിച്ച് പറയുമ്പോൾ, എൻ്റെ ചെറുപ്പം മുതൽ ഞങ്ങൾ കണ്ട് വളർന്ന പല പാസ്റ്റർമാരിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട KV എൽദോ പാസ്റ്റർ. ഏതാണ്ട് 30 വർഷമായി അദ്ദേഹം സുവിശേഷ വേല ചെയ്യുന്നു. അതുമാത്രമല്ല, വളരെ ദീർഘവർഷങ്ങളായിട്ട് പെന്തക്കോസ്റ്റൽ വിശ്വാസിയായിട്ട് ജീവിക്കുന്നു. അതോടൊപ്പം തന്നെ താനൊരു പൂർണ്ണ സമയ സുവിശേഷകനും അതുപോലെ ദൈവിക രോഗശാന്തി പൂർണ്ണമായി ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇന്ന് ബഹുമാനപ്പെട്ട പാസ്റ്ററെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അദ്ദേഹം 4 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. 4 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പുസ്തകം ബൈബിളിലെ യേശു ക്രിസ്തുവും ഖുറാനിലെ മുഹമ്മദ് നബിയും തമ്മിലൊരു താരതമ്യ പഠനമാണ്. പിന്നെ അപ്പോസ്തലനായ പൗലോസിൻ്റെ മിഷണറി യാത്ര, പുതിയ നിയമസഭയുടെ ആരാധന തിരുവചന വെളിച്ചത്തിൽ, പിന്നീട് പുതിയ നിയമസഭയുടെ അച്ചടക്കവും നടപടിക്രമവും, ഇങ്ങനെ 4 പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. തനിക്ക് ലഭിക്കുന്ന സമയമൊക്കെയും പരസ്യ യോഗങ്ങൾ ഒക്കെ നടത്തുന്നു. അതോടൊപ്പം സഭാ ചാർജുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ പാസ്റ്ററെ പരിചയപ്പെടാം. പാസ്റ്ററെ, ഗോസ്പൽ TV UP എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് പാസ്റ്ററെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുക. അപ്പോൾ പാസ്റ്റർ സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? ഞാൻ എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹം അറിയിക്കുകയാണ്. എൻ്റെ പേര് പാസ്റ്റർ KV എൽദോ എന്നാണ്. ഒരു യാക്കോബായ പശ്ചാത്തലത്തിലാണ് ഞാൻ ജനിക്കുവാനായിട്ടിടയായി തീർന്നത്. എൻ്റെ പിതാവ് ആണ് ദേശത്ത് ആദ്യമായിട്ട് കടന്നു വന്നത്. അദ്ദേഹത്തെ വാളറ വർക്കി എന്നുള്ളതായിരിക്കും സ്ഥലപ്പേര് ചേർത്തുള്ളതായിരിക്കുന്ന പേരാണ് അറിയപ്പെടുന്നത്. ഹൈറേഞ്ചിൻ്റെ മിക്ക ഭാഗങ്ങളിലേക്കൊക്കെ പോയിട്ടുള്ള ആളുകൾക്കെല്ലാം ഈ പേര് വളരെ സുപരിചിതമാണ്. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ ഞാൻ 6ാമനായി. പിതാവ് ഇവിടെ ഈ വന്ന് ഈ സ്ഥലമൊക്കെ വെട്ടിപ്പിടിച്ചാണല്ലോ. അതെ 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 അല്ലേ? അത് എത്ര വർഷങ്ങൾക്ക് മുമ്പായിരിക്കും? അതൊരു 85 വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. 80 വർഷങ്ങൾക്ക് മുമ്പാണ് പാസ്റ്ററുടെ പിതാവ് ഇവിടെ കടന്നു വന്നത്. അപ്പോൾ പാസ്റ്ററുടെ പിതാവിൻ്റെ പേര് വർക്കി. ആളുകൾ വാളർ വർക്കി എന്നാണ് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരുന്നത്. കുന്നാരത്ത് നിന്നാണ് വീട്ടുപേര്. വാളർ വർക്കി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ എല്ലാവരും അറിയുക. ആ കാലത്ത് ഇവിടെ ഒന്നും ഈ ഇതുപോലുള്ള യാത്രാ സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. റോഡുണ്ടായിരുന്നു. റോഡ് പണി തീർന്നായിരുന്നു അന്ന്. പിന്നെ നെരിയമംഗലം പാലം പണി തീർന്നു. ഇവിടെ മൂന്നാറിലേക്കുള്ള റോഡ് ആയി. ബസ് സൗകര്യങ്ങൾ ഉണ്ടായിരുന്നോ? അന്ന് അങ്ങനെ ആദ്യകാലത്ത് ബസ്സൊന്നും ഇല്ലായിരുന്നു. അത് അതിന് ശേഷം പിന്നെ ഒരു 1-2 ബസ്, സ്വരാജ് ബസ്, കോട്ടയം മൂന്നാർ അങ്ങനെ ബസ് അതുങ്ങൾ ഇറങ്ങി. പിന്നെ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയം ഒക്കെ വന്നപ്പോൾ ഇവിടുന്ന് അടിമാലിക്കൊക്കെ ചിലപ്പോൾ നടന്നു പോകും. ചിലപ്പോൾ ജയ് ഹിന്ദ് എന്ന് പറഞ്ഞതായിരിക്കുന്ന ഒരു ബസ് കിട്ടും. എന്നാലും പകുതി ദൂരം ഇപ്പോൾ നടന്നതിന് ശേഷമാണ് ഈ 14 കിലോമീറ്റർ ഇവിടുന്ന് അടിമാലിക്ക് 14 കിലോമീറ്റർ അടിമാലി പോയി ഒക്കെ പഠിക്കാനിടയായത്. അത്രയും ദൂരമൊക്കെ. നിങ്ങൾ എത്ര മക്കളാണ്? ഞങ്ങൾ അമ്മ മൊത്തം 10 പ്രസവം നടത്തിയതാണ്. എന്നാലും അതിൽ ജീവിച്ചിരിക്കുന്നവർ 7 പേരാണ്. 6 ആണും 1 പെണ്ണും. അതിൽ ഞാൻ 6ാമത്തെ ആളാണ്. അപ്പോൾ നിങ്ങൾ എത്ര പേര് ഈ പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് വന്നിട്ടുണ്ട്? വേറെ ആരും പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിൽ ആ കാലയളവിൽ വന്നില്ല. അത് കഴിഞ്ഞ് പെങ്ങളെ കല്യാണം കഴിച്ച് കഴിഞ്ഞ് പെങ്ങളെ മാറ്റുന്ന ആളാണ്. പെങ്ങളാണ് ആദ്യം രക്ഷിക്കപ്പെട്ട് TPM സഭയിൽ പോയി. അത് കഴിഞ്ഞിട്ടൊരു 4 വർഷം കഴിഞ്ഞപ്പോഴാണ് പിന്നീട് ഞാനിവിടെ രക്ഷിക്കപ്പെട്ട് വിശ്വാസത്തിലേക്ക് വരാൻ ഇടയായി തീർന്നത്. ഇപ്പോൾ ഒരു ചേട്ടനും കൂടെ രക്ഷയുടെ അനുഭവം. ഇപ്പോൾ ഒരു ചേട്ടനും കൂടെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു. അപ്പം ഇവർ മുഴുവൻ 7 മക്കളാണ്. 7 പേരും ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ? 7 പേരിൽ ഒരാൾ മരിച്ചു. 3ാമത്തെ ഒരാൾ ഏലിയാസ് എന്ന് പറഞ്ഞ ആൾ മരിച്ചു. ബാക്കി പെങ്ങളും മരിച്ചു.
രണ്ടാമത്തെ ആൾ. അപ്പോൾ പാസ്റ്ററൊക്കെ ആദ്യത്തെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ ഈ പ്രദേശത്തെ കുറിച്ചൊക്കെ ഒന്ന് പറയുവാണെങ്കിൽ ഇവിടുത്തെ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു? ഇതുപോലെ ആളുതാമസം ഒന്നും ഇല്ലായിരുന്നു അല്ലേ? കുറച്ച് വീടുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് അറിയപ്പെടുന്നതായിരിക്കുന്ന അകലത്തിലായിട്ടുള്ള പല ദേശങ്ങളിൽ നിന്ന് വന്ന ആളുകൾ എവിടെയുള്ള ഈ കോളനി എന്ന് പറയുന്ന ഈ ദേശത്ത് തിരുവനന്തപുരം മുതൽ കാഞ്ഞിരപ്പള്ളി മുതൽ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പല സംസ്കാരത്തിൽ നിന്നും പല നിലവാരത്തിൽ നിന്നും മതത്തിൽപ്പെട്ടതായിരിക്കുന്ന എല്ലാ ആളുകളായിരുന്നു ഇവിടെ വന്നത്. അത് ഒരു കുഴപ്പമില്ല. എല്ലാവരും എൻ്റെ ക്ലാസ്സിൽ പഠിച്ചതായിരിക്കുന്ന കുട്ടികളൊക്കെ ഞാൻ ഇതിൽപ്പെട്ടതായിരിക്കുന്ന കുട്ടികളുണ്ട്. ആ ബന്ധങ്ങൾ അന്നും അതുപോലെ ഇന്നും അതുപോലെ ഉണ്ട്. അല്ല, പാസ്റ്ററൊക്കെ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ ഈ യാക്കോബായ കത്തോലിക്ക പള്ളിയൊക്കെ ഉണ്ടായിരുന്നു? ഈ പള്ളികളൊന്നും ഇല്ലായിരുന്നു. ഒരു പള്ളിയില്ല. അടിമാലിൽ മാത്രം ഒരു പള്ളി ഉണ്ടായിരുന്നു. പിന്നെ കോതംകുളത്ത് ഉള്ള ചെറുപള്ളി. അപ്പോൾ ആരംഭ കാലഘട്ടങ്ങളിൽ ഇവിടുന്ന് അടിമാലിക്കൊക്കെ നടന്നു പോകുമായിരുന്നു? ആരംഭ കാലഘട്ടങ്ങളിൽ മൊത്തം നടക്കുമായിരുന്നു. താഴേന്ന് ഏതാണ്ട് അടിമാലിക്ക് ഇവിടുന്ന് 14 കിലോമീറ്റർ ദൂരമുണ്ട്. അതെ അതെ 14 കിലോമീറ്റർ നടന്ന് പോയാണ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട്. 14 കിലോമീറ്റർ നടന്നു പോകും. പിന്നെ അത് കഴിഞ്ഞ് അപ്പൻ ഇവിടെ നമുക്ക് സ്വന്തമായിട്ട് ഒരു ചായക്കടയും ഒരു പലചരക്കടയും ആ വാളറ വെള്ളച്ചാട്ടം കഴിഞ്ഞിങ്ങോട്ട് കയറി വരുമ്പോൾ ആ നിരപ്പിൽ ഒരു കട തുടങ്ങി. അതൊരു 3 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അന്ന് ആളുകളെല്ലാം തലച്ചുമ്പട ആയിട്ടും പിന്നെ കന്നുകാലിനെ ആയിട്ടും ആണ് ഹൈറേഞ്ചിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ കോതംകുളത്ത് നിന്ന് ഇതെല്ലാം മേടിച്ച് പോരുന്ന വഴിക്ക് ഇവിടെ വരുമ്പോൾ സന്ധ്യയാവും. അവിടെ ഇതെല്ലാം താത്തി വെച്ചിട്ട് ആ കടയിൽ അന്ന് അവർ ഒരു ദിവസം കിടന്ന് എന്തെങ്കിലും ഇച്ചിരി ഭക്ഷണമൊക്കെ കഴിച്ച് പിറ്റേ ദിവസം രാവിലെ അവിടെ നിന്ന് തലച്ചുമ്പടും കന്നാലിയും ഒക്കെ ആയിട്ടാണ് അന്ന് പോയിക്കൊണ്ടിരുന്നത്. അത് കാരണം ഹൈറേഞ്ചിലൊക്കെ ചെന്ന പഴയ ആളുകൾക്കൊക്കെ അപ്പനെ അറിയാം. മൾഡോറിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം. പാസ്റ്ററുടെ പിതാവിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഈ പ്രദേശം എല്ലാം വെട്ടിപ്പിടിച്ച ആളാണ് അല്ലേ? ഏതാണ്ട് 1/2 കിലോമീറ്റർ നീളത്തിൽ NH-ന്റെ 2 സൈഡും ഞങ്ങളുടെ സ്ഥലമാണ്. 1/2 കിലോമീറ്റർ നീളത്തിൽ NH-ന്റെ 2 സൈഡും. അന്ന് 10 ഏക്കർ 27 സെന്റ് സ്ഥലമാണ് അന്ന് സർക്കാർ അംഗീകരിച്ച് തന്നത്. ബാക്കിയൊക്കെ സ്ഥലം വെട്ടിപ്പിടിക്കുകയായിരുന്നു. അല്ല, ഇവിടെ 10 ഏക്കർ 77 സെന്റാ അംഗീകരിച്ചു തന്നു. അപ്പോൾ പിന്നീട് പാസ്റ്ററുടെ ഈ യാക്കോബായ സഭയിൽ നിന്ന് ഈ പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് വരാനായിട്ടുള്ള ഒരു കാരണം എന്താ? അത് ഉപദേശിമാരുടെ ഒന്നും പ്രസംഗം കേട്ടിട്ടല്ല ഞാൻ വന്നത്. ഞാൻ അവിടെ സൺഡേ സ്കൂൾ പഠിച്ചു, സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചു. അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ പിള്ളേർ ചില കുസൃതി ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ പിള്ളേരെന്നെ അടിമാസ്റ്റർ എന്നാണ് വിളിക്കുന്നത്. നല്ല അടിയൊക്കെ വെച്ച് കൊടുക്കും. അപ്പോൾ ഈ പഠിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഈ പിള്ളേർ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് മറുപടി അറിയാൻ കഴിഞ്ഞില്ല. കാരണം ഞാൻ വേദവസം വായിച്ചിട്ടില്ല, അതുവരെയും ബൈബിൾ ചോദിച്ചിട്ടില്ല. ഈ പാഠപുസ്തകം നോക്കി മാത്രമേ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിന് ബൈബിൾ വായിക്കാത്ത കാരണം ബൈബിൾ അത്ര സുലഭമായിരുന്നില്ലേ? ബൈബിൾ വായിക്കാറില്ല. അതങ്ങനെ ഇല്ലല്ലോ, സഭകളിലൊന്നും അത് അങ്ങനെയൊന്നുമില്ല, അന്നും ഇല്ല ഇന്നും ഇല്ല. പിന്നെ വീട്ടിലൊരു പുസ്തകം ഉണ്ടായിരുന്നു, ഒരു ബൈബിള്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ മനസ്സിനകത്ത് ഇങ്ങനെ തന്നെ ഒരു തോന്നൽ, എന്തുകൊണ്ടാണ് എനിക്കത് പറയാൻ കഴിഞ്ഞില്ല, എനിക്ക് മറുപടി പറയാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല. അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെയാണ് ഈ ബൈബിൾ. എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് പിള്ളേരിങ്ങനെ അത് ഇതൊക്കെ ചോദിക്കുന്നത്, അതിന് വ്യക്തമായ മറുപടി നമുക്ക് പറയാൻ കഴിയില്ല. കുസൃതി പിള്ളേരാ. അപ്പോൾ എങ്കിലും എനിക്ക് എൻ്റെ മനസ്സിനകത്ത് പെട്ടെന്നൊരു തോന്നി എനിക്ക് ബൈബിൾ വായിക്കണമെന്ന്. ഞാൻ വീട്ടിൽ വന്ന് അമ്മയോട് ചോദിച്ചു, അമ്മേ നമ്മുടെ ഒരു ബൈബിൾ ഉണ്ടായിരുന്നല്ലോ അമ്മേ, അതെന്തെന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു എനിക്കറിയത്തില്ല, നീ എവിടെയെങ്കിലും പോയി നോക്കാൻ പറഞ്ഞു. ഞാനീ മച്ചുംപുറത്തും അവിടെ ഇവിടെയും, കാരണം വായനയില്ല. ഇതവിടെ ചുമ്മാ ഇത് ഞാൻ നോക്കിയപ്പോൾ ഇത് വെറുതെ 1 മണിക്കൂർ നോക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ കവർ പേജുകളൊന്നുമില്ല, എൻ്റെ പുറം ഉൽപ്പത്തിയില്ല, വെളിപ്പാടില്ല, ഒന്നുമില്ലാതെ കിടക്കുന്ന ഒരു പുസ്തകം ചവുണ്ട്. ഞാനത് തട്ടിക്കുടഞ്ഞു എല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ട്, അന്ന് മണ്ണെണ്ണ വിളക്കാണ്, ഈ മണ്ണെണ്ണ വിളക്കിൽ ഇരുന്നു കൊണ്ട് രാത്രി 12 മണി വരെ ഇരുന്ന് വായിക്കും. ഇടയ്ക്കൊക്കെ അമ്മ വന്ന് വിളക്ക് എടുത്ത് കളയാം, മണ്ണെണ്ണ വേണ്ടേ. ഇത് 2 മാസം കൊണ്ട് രാത്രിയും പകലും ഫുള്ളായിട്ടിരുന്ന് ഞാനത് വായിച്ചു. അന്ന് എനിക്ക് 20 വയസ്സാണുള്ളത്. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ്, എടാ ഇത് പല വ്യത്യാസങ്ങൾ ഇതിനകത്ത് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചെന്ന് പള്ളിയിൽ ചെന്ന് അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഈ ബൈബിള് നമ്മുടെ പുസ്തകമാണോ അച്ഛാ എന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു അതെ. അച്ഛാ അത് നമ്മളീ പഠിക്കുന്നതും ആചരിക്കുന്നതും ഒക്കെ ആയിട്ട് അതിനകത്ത് എഴുതിയിരിക്കുന്നതായിട്ട് ഒത്തിരി വ്യത്യാസം കാണുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞ, മക്കളെ അതെ, നമ്മുടെ യാക്കോബായ സഭ അത് ഇന്നും ഇന്നലെയൊന്നും ഉണ്ടായതല്ല. നമ്മുടെ പിതാക്കന്മാരായിട്ട് ആരംഭിച്ച് അവരാചരിച്ച് പോരുന്ന കാര്യങ്ങളാണ് നമ്മളും ചെയ്യുന്നത്.
അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് എൻ്റെ ചോദ്യത്തിന് മറുപടിയായില്ല. പിന്നെ ഇനി ഇതിൽ കൂടുതൽ അച്ഛനോട് ചോദിച്ചാൽ വെറുതെ വിഷമിപ്പിക്കുക എന്നുള്ളതല്ലാതെ മറുപടി കിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ പോന്നു. പോന്നിട്ട് ഞാനിങ്ങനെ ഓരോരുത്തരോട് അന്ന് സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ആശാനുണ്ടായിരുന്നു. പുള്ളിക്ക് കുറേ അറിവ് അറിയാം, നമ്മൾ ബൈബിൾ അറിയാം. പുള്ളി വഴി തർക്കിക്കും. അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ആ കാലഘട്ടങ്ങളിൽ ഉപദേശിമാരാണെന്നോ അല്ലെങ്കിൽ ബൈബിൾ അറിയാമെന്നൊക്കെ പറഞ്ഞു വന്ന് അപ്പം ഞാൻ പതുക്കെ അടുത്തില്ല. ഞാൻ അടുത്ത് ചെന്ന് ചോദിച്ചു, ഉപദേശിയാണോ എന്ന് ചോദിക്കും. ഉപദേശിയാണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എനിക്കൊരു സംശയം ചോദിക്കാനെന്ന് പറയും. എപ്പോഴും ചോദ്യ പേപ്പർ എൻ്റെ പോക്കറ്റിനകത്ത് കിടക്കും. അപ്പോൾ അത് എടുക്കേണ്ട, അല്ലാതെ തന്നെ എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ അറിയാം. ഞാനിവരോട് ചോദിക്കുന്നത് ശാസ്ത്രീയമായും വലിയ വലിയ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവർ മറുപടി പറയില്ല. അപ്പോൾ ഞാൻ പറയും, താനൊക്കെ എന്തിനാണോ ഈ കിതാബ് കക്ഷത്തിൽ വെച്ചിട്ട് നടക്കണേ, വേറെ വല്ല പണിയും പോയി നോക്കാൻ പറയും, മനുഷ്യനെ ചുറ്റിക്കാനായിട്ട് നടക്കും. അപ്പോൾ ഇവരെ മനഃപൂർവ്വം കളിയാക്കിയതല്ല, എൻ്റെ അറിവ് എനിക്ക് അറിയണം എന്നുള്ളതായി ഭയങ്കര വാഞ്ച എൻ്റെ ഉള്ളിനകത്ത് അങ്ങോട്ട് ഉണ്ടായി. അപ്പോൾ എനിക്ക് തോന്നി ഇത് കൃത്യമായ ഭാഗങ്ങൾ അറിയത്തില്ല. അപ്പോൾ വീണ്ടും ഒരു പ്രാവശ്യം വായിച്ചിട്ട് ഞാൻ ബൈബിളിലെ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ യാക്കോബായ സഭയിൽ ഈ പാസ്റ്റർ പറയുന്ന ആ കാലഘട്ടങ്ങളിൽ ഏതാണ്ട് 50 വർഷം മുമ്പത്തെ കഥയാണ് പറഞ്ഞത്. 52 വർഷം മുമ്പത്തെ. അന്ന് യാക്കോബായ സഭയിലുള്ളവരൊന്നും ബൈബിൾ വായിക്കാറില്ല. ഇല്ല. ഇപ്പോഴാണ് പിന്നെ ഒരല്പമെങ്കിലും വായിക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലേ? പക്ഷെ അന്നത്തെ കാലത്തൊന്നും ആരും ബൈബിൾ വായിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു അറിവും കാര്യങ്ങളും ഇല്ല. അപ്പൊ അങ്ങനെ പാസ്റ്റർക്ക് ഇങ്ങനെ സംശയം തോന്നി. അത് 20ാമത്തെ വയസ്സില് അച്ഛനോട് ചോദിച്ചിട്ട് കൃത്യമായ ഒരു മറുപടി പറഞ്ഞില്ല. പിന്നീട് അന്ന് ഈ പെന്തക്കോസ് പാസ്റ്റർമാരുണ്ടായിരുന്നു. പക്ഷെ അവരുടെ അടുത്ത് ഞാൻ പോകില്ല. അവരുടെ അടുത്ത് പോയാൽ എൻ്റെ ചോദ്യത്തിന് അവർ മറുപടി തരുന്നില്ല. അത് മാത്രമല്ല, പാസ്റ്ററെ സംബന്ധിച്ച് 6-7 മക്കളുള്ള ഒരു വീടാണ്. പിതാവാണെങ്കിൽ ഒരു കർശനക്കാരനാണ്. പുള്ളിക്കാരൻ ഈ പ്രദേശം എല്ലാം വെട്ടിപ്പിടിച്ച് ആനയോടും കാട്ടുപോത്തിനോടും കാട്ടുപന്നിയോടൊക്കെ മല്ലിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വളരെ ശക്തനായ ഒരു വ്യക്തിയാണ്. അപ്പൊ അപ്പനോട് ചെന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനും പറ്റത്തില്ല. പിന്നെ എങ്ങനെയാ ഇതിനുള്ള ഉത്തരങ്ങളൊക്കെ കണ്ടെത്തിയത്? എങ്ങനെയാ അത് ഞാനിങ്ങനെ മനസ്സിനകത്ത് സൂക്ഷിച്ചിട്ട് ആരും അറിയാതെ ഞാനിങ്ങനെ രാത്രി കാലങ്ങളിൽ ഇരുന്ന് ഇതിങ്ങനെ ധ്യാനിച്ച് ഇപ്പം അത് എത്ര വട്ടം വായിച്ചെന്ന് എനിക്ക് യാതൊരു പിടിയില്ല ബൈബിൾ വായിച്ചതിന്. അപ്പോൾ ഇത് എൻ്റെ ഹൃദയത്തിനകത്തേക്ക് കയറി. അപ്പോൾ അങ്ങനെ കയറി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സത്യം ഏതാണെന്നൊന്ന് മനസ്സിലായി. അപ്പോൾ ഈ യാക്കോബായ സഭയിൽ നിന്ന് ഉള്ള ഈ ബൈബിള് പാസ്റ്റർ പഠിച്ചപ്പോൾ ഈ യാക്കോബായ സഭയിൽ എന്ത് ദുരുപദേശങ്ങളാണ് പാസ്റ്റർ കണ്ടെത്തിയത്? യാക്കോബായ സഭയിൽ ബൈബിളിൽ എന്ത് പറയുന്നു അത് അംഗീകരിക്കുകയില്ല. ബൈബിളിൽ എന്ത് പറയാത്തതുണ്ട് അതാണ് അംഗീകരിക്കുന്നത്. അതായത് അവരുടെ പിതാക്കന്മാർ എഴുതി വെച്ച കാര്യങ്ങളാണ് അവർ അംഗീകരിക്കുന്നത്. പിതാക്കന്മാരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അല്ലാതെ ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്ന കൃത്യകാര്യങ്ങളെ പഠിപ്പിച്ചാലേ പഠിക്കുള്ളൂ. അല്ല, പാസ്റ്റർക്ക് ഇപ്പം ബൈബിൾ പഠിച്ചപ്പോൾ തോന്നിയല്ലോ ഇന്ന കാര്യങ്ങൾ യാക്കോബായ സഭയിൽ തെറ്റാന്ന്. അത് ഏതൊക്കെ കാര്യം? അതെല്ലാം തെറ്റാ. അല്ല, ഓരോന്നോരോന്നായിട്ടൊന്നും പറയാം. യാക്കോബായ സഭയിൽ അവർ ചെയ്യുന്നത് സകല കാര്യങ്ങളും തെറ്റാണ്. ആദ്യം തന്നെ അതിന്റെ പേര് യാക്കോബായ സഭ. യാക്കോബ് ബുർദാന എന്ന് പറഞ്ഞ ഒരാളാണ് അത് ആരംഭിച്ചത് തന്നെ. അപ്പോൾ അതിൻ്റെ ചരിത്രങ്ങൾ ഒത്തിരിയുണ്ട്. അപ്പോൾ ഈ ആചാരങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ മുട്ട് കുത്തുന്നതായിരിക്കുന്ന പരിപാടി, ഫോട്ടോ വെച്ച് ആരാധിക്കുന്നതായിരിക്കുന്ന പരിപാടികളുണ്ട്, നേർച്ച കാഴ്ച വഴിപാട്, എല്ലാത്തിനും വിഗ്രഹം ഉണ്ടല്ലോ. പിന്നെ എല്ലാത്തിനും വിഗ്രഹമുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ ഫോട്ടോകളൊക്കെ കൊണ്ടെന്ന് വെച്ച് ഇതെല്ലാം വെച്ച് മതവായിക്കാത്ത പുറത്തൊക്കെ വെച്ചേക്കുന്നത് എന്തിനാ? അപ്പോൾ എല്ലാത്തിലും ഉണ്ട്. അതിനകത്തുകൊണ്ട് കുരിശ്, മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. അനുഷ്ഠാനങ്ങൾ, നേർച്ചകളുണ്ട്, സേവകളുണ്ട്. സേവയുണ്ട്. എൻ്റെ അപ്പൻ സേവ നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. സേവ എന്ന് പറഞ്ഞാൽ കുഴിമാട സേവ. അല്ല, കുഴിമാട സേവ എന്ന് പറയുന്നത് അത് പൈശാചിക സേവ. അതെ. പിശാചിന്റെ പ്രവർത്തനമാണ് കടമറ്റത്ത് നടക്കുന്നത്. കടമറ്റത്താണ് ഈ സേവയുള്ളത്. കടമറ്റത്ത് കത്തനാനന്ദനൊക്കെ കേട്ടിട്ടില്ല? അത് സേവയിലെ ഏറ്റവും വലിയ ആളാണ് അദ്ദേഹം. അപ്പോൾ അവിടെ നിന്നാണ് കോഴിവെട്ടലും കാര്യങ്ങളും മറ്റേ ഇങ്ങനെയുള്ളതായിരിക്കുന്ന ദുഷിച്ച ആചാരങ്ങളൊക്കെ അവിടെ ഉള്ളത്. അവിടെ അപ്പൻ സ്ഥിരം പോകുമായിരുന്നു. അപ്പോൾ പാസ്റ്റർ പറയുന്നത് ഈ കടമറ്റ സേവ എന്ന് പറയുന്ന ഒരു സേവയുണ്ട്, അത് പൈശാചികമാണെന്നാണ് പാസ്റ്റർ പറയുന്നത്. അതുമാത്രമല്ല, അവിടെ കോഴിവെട്ടുണ്ടോ? അപ്പോൾ എന്തിനാ ഈ കോഴിവെട്ട്? അവരെ കാര്യസാധ്യത്തിന് വേണ്ടി ആളെ കൊല്ലണമെങ്കിൽ കോഴിവെട്ടും. ഒരാളെ കൊല്ലുന്നതിന് പകരമായിട്ടാണ് ഈ ചെയ്യുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞ ഒരു ബലിയാണ്. ബലിയ.
അതായത് നരബലി കൊടുക്കുന്നതിന് പകരമായിട്ട് അതിനെ ഒരു മൃഗത്തെ അങ്ങ് ബലി കഴിക്കുക. അത് പ്രധാനമായിട്ടും കോഴിയാണ് എഴുതിവിടുന്നത്. അപ്പൊ ഇന്നും യാക്കോബായ സഭയിൽ ഇതുപോലെയുള്ള ദുരാചാരങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ അപ്പൻ്റെ കയ്യിൽ 3 ഭണ്ണാരക്കുറ്റി, ഇത്രയും വലിപ്പമുള്ള 3 ഭണ്ണാര ടിന്ന്, അത് മേശയ്ക്കകത്ത് വെച്ചേക്കും. ബാവായ്ക്കുള്ള ഒരെണ്ണമുണ്ട്, കോതംകുളത്ത് ബാവായ്ക്കുണ്ട്, കടമറ്റത്തിനുണ്ട്, പിന്നെ എന്നാ പള്ളി, ഒരു പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ. അപ്പോൾ ഇത് ഓരോ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് അപ്പനവിടെ പോയിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അത് തുറന്നിട്ട് അന്നത്തെ കാലത്ത് ഏറ്റവും നല്ല 25 പൈസയോ 10 പൈസയോ അങ്ങനെയൊക്കെ ഉള്ള പൈസകളൊക്കെ ഇട്ടിട്ട് വർഷത്തിലൊരിക്കൽ അവിടെ പെരുന്നാളിന് പോയി ഈ പൈസ അവിടെ കൊണ്ടുവന്നു. അപ്പം ഇങ്ങനെയുള്ള ഈ ദുരാചാരങ്ങൾ പാസ്റ്റർ അതിൻ്റെ അകത്ത് കണ്ട് മനസ്സിലാക്കി. അപ്പോൾ ബൈബിൾ വായിച്ചപ്പം ഇത് ദൈവമായിട്ടോ ദൈവികമായിട്ടോ ബൈബിളുമായിട്ടോ യാതൊരു ബന്ധമില്ല. അതുപോലെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, മരിച്ചവരെ പിന്നെ അടിയന്തരം കഴിക്കുന്നത്. ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഒരു അടിയന്തരത്തിനും പോയിട്ടില്ല. അവർ വിളിക്കാറുണ്ട്, ഞാൻ പോകാറില്ല. പിന്നെ നമ്മൾ അവർ വിളിക്കും, പറയും എനിക്ക് അങ്ങനെ ഒരു വിശ്വാസമില്ല എന്ന് പറയും. അല്ല, അങ്ങനെ പറയുമ്പോൾ ബന്ധുക്കളൊക്കെ ഒരു ചെറിയ ഒരു ഇഷ്ടക്കുറവുണ്ട്. ആദ്യകാലത്ത് ഞാൻ വിശ്വാസത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ഒത്തിരി ഇഷ്ടക്കുറവായിരുന്നു. നമ്മളെങ്ങനെ അപ്പോൾ അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പം ഇത് അച്ഛനോട് സംസാരിച്ചു. അതിനുശേഷം പിന്നീട് ആ യാക്കോബായ സഭ വിടണം എന്ന് ഉള്ളൊരു തോന്നലുണ്ടായത് ഏത് കാലഘട്ടങ്ങളിലാണ്? അങ്ങനെ ഞങ്ങൾ സൺഡേ സ്കൂളിലെ പഠിത്തം എനിക്ക് എൻ്റെ മനസ്സാക്ഷി പറഞ്ഞ് പഠിപ്പിക്കേണ്ടെന്ന് പറഞ്ഞു. സത്യം മനസ്സിലായി, ഞാൻ പഠിപ്പിക്കൽ നിർത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതിൽ തന്നെ നിന്നുകൊണ്ട് ഒരു കുറേ വർഷങ്ങൾ ഈ ഫെലോഷിപ്പിൻ്റെ ഒരു പ്രവർത്തനം യാക്കോബായ സഭയിലുണ്ട്. ആ ഫെലോഷിപ്പിനകത്ത് ചേർന്നിട്ട് ഞങ്ങൾ കുറേ പേര് ടീമായിട്ട് വന്നിട്ട് ഓരോ വീടുകളിൽ പ്രാർത്ഥന നടത്തി. എന്നിട്ട് ആഴ്ചയിൽ ഒരു ദിവസം പള്ളിയിൽ വെച്ച് പ്രാർത്ഥന നടത്തി. അപ്പോൾ നമ്മൾ പള്ളിയിൽ തന്നെ നിൽക്കുകയാണല്ലോ. അപ്പോൾ അവർ പള്ളിയിൽ നമുക്ക് തുറന്നു വരും. അങ്ങനെ പള്ളിയിൽ വെച്ചും പ്രാർത്ഥന നടത്തി. അത് കഴിഞ്ഞ് പിന്നെ വീടുകളിലേക്ക് നടത്തി. നല്ല അനുഗ്രഹമായിട്ട് വന്നു. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ പള്ളി ചെന്നപ്പോഴത്തേനും പള്ളി അടച്ചു പൂട്ടി, ആൾ മാറി നിൽക്കുക. ഞങ്ങൾ പള്ളി തുറന്ന് ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഇവിടെ കല്യാണിയ സ്തോത്രമൊന്നും വേണ്ടാന്ന് പറഞ്ഞു. പെട്ടെന്ന് വന്ന മാറ്റം എന്താ, എങ്ങനെയാണ് മാറ്റം വന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ വളരെ നിരാശരായിട്ട് ഞങ്ങൾ പിന്നെ മടങ്ങിപ്പോന്നു. എന്നിട്ട് പിന്നീട് അച്ഛൻ ആ ഞായറാഴ്ച അച്ഛൻ അവിടെ മതവായിക്കകത്ത് കയറി എന്നുകൊണ്ട് പറയുകയാണ്, ഇതുപോലെ ഹല്ലേലൂയയും സ്തോത്രവും പറഞ്ഞുകൊണ്ട് വരുന്നവരെ പള്ളിക്ക് നിങ്ങൾ വീട്ടിൽ കയറ്റരുത്. വീട്ടിൽ കയറിയാൽ നിങ്ങൾ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ അരിവായെടുത്തുകൊണ്ട് വരണം. ഒരു ഭയങ്കര ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള കൂട്ടായ്മ നടത്തുന്നവർ നിങ്ങളുടെ അടുത്ത് വന്നാൽ അരിവാളും കൊണ്ട് നിങ്ങൾ പുറത്തിറങ്ങി നേരിട്ടോളണം എന്ന് പറഞ്ഞാൽ വെട്ടുക. ഞങ്ങളെ ആകെ വിഷമിപ്പിച്ച് കളഞ്ഞു. കാരണം ഇങ്ങനൊരു സംഭവം നമ്മൾ പ്രതീക്ഷിച്ചതല്ലല്ലോ. അവസാനം ഞങ്ങൾ അന്നത്തെ പ്രാർത്ഥനയ്ക്കൊക്കെ നല്ല ഫലമുണ്ട്. പ്രാർത്ഥിച്ചു, ദൈവമേ ഇത് എന്താണെന്ന് വെച്ചാൽ അതിന് ചെയ്യണം. ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛനാ പറഞ്ഞത് അച്ഛൻ്റെ ഒരു സ്വന്തക്കാരുടെ കുടുംബത്തിൽ തന്നെ സംഭവിച്ചു. അരുവായെന്നുള്ള വാക്കത്തി ആയെന്നുള്ളൂ. അച്ഛൻ്റെ ഒരു സ്വന്തക്കാരുണ്ടായിരുന്നു. അവരെ ഒരു ഈറ്റൗട്ടുകാരൻ സൈമൻ എന്ന് പറഞ്ഞ ഒരാൾ കയറി ചവിട്ടി പൊളിച്ച് അകത്ത് കയറി വെട്ടിക്കൊന്നു. അതിനോടുകൂടെ ആ പരിപാടി അവിടെ അവസാനിക്കും. അപ്പോൾ വാസു പറഞ്ഞ യാക്കോബ് പള്ളിയിലെ അച്ഛൻ പറഞ്ഞു, ഇങ്ങനെ ഹല്ലേലൂയ സ്തോത്രമൊക്കെ പറയുന്നവനെ അരിവാളും കൊണ്ട് നേരിടണം എന്ന് പറഞ്ഞ് വെട്ടിക്കൊല്ലണം. അപ്പോൾ അതിന് ഘടകവിരുദ്ധമായിട്ട് അച്ഛൻ്റെ വീട്ടിൽ തന്നെ മറ്റുള്ളവർ കയറി വാക്കത്തേക്ക് വെട്ടി ഒരാളെ കൊന്നു എന്നാണ് പാസ്റ്റർ പറയുന്നത്, അല്ലേ? അപ്പം പിന്നീട് ആ സഭയായിട്ടുള്ള ബന്ധം വിട്ടതെന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇവിടെ ഒരു IPSൽ ഒരു ഉപദേശി ഉണ്ടായിരുന്നു. അന്ന് ഉപദേശി എന്നാണ് പറയുന്നത്. പുള്ളീനെ വിളിച്ചു. ഇവിടെ വിളിച്ചിട്ട് ചോദിച്ചു, ഉപദേശി ഞങ്ങൾക്ക് ഇച്ചിരി ബൈബിൾ ക്ലാസ് നടത്തി തരാമെന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് ഞാൻ താമസിക്കുന്ന ഒരു ചെറ്റ വീടാ. അന്ന് കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ. ആ സമയത്ത് ഈ കല്യാണം കഴിക്കുമ്പോൾ യാക്കോബ പള്ളിയിലായിരുന്നു. അതെ, യാക്കോബ പള്ളിയിലാണ് വെച്ചത്. അതും ഈ പറഞ്ഞ പോലെ ഭയങ്കര സംഭവമായിരുന്നു. അച്ഛന് പൈസ കൊടുക്കാതെ അച്ഛൻ എന്ത് ചെയ്ത് കെട്ടിക്കലായിരുന്നു. അവസാനം അന്ന് ചെറുപ്പമല്ലേ, നല്ല വാശിയൊക്കെ ഉള്ളത്. ഞാൻ പറഞ്ഞ അച്ഛൻ്റെ മുമ്പിൽ ഞാൻ തന്നെ താലി കെട്ടി ഇറങ്ങി പോകുമെന്ന് പറഞ്ഞു. വിട്ടുകൊടുത്തില്ല. 1 മണിക്കൂർ അച്ഛന്, ഒരു കണ്ടത്തിലെ അച്ഛനെന്ന് പറഞ്ഞൊരു അച്ഛനായിരുന്നു. അവസാനം പിന്നെ പെങ്ങൾ കൊണ്ടുപോയി കുറേ കാശ് കൊടുത്തു കഴിഞ്ഞപ്പോൾ കെട്ടിച്ച.
പിന്നെ എന്നിട്ട് ഈ ഉപദേശം വിളിച്ച് ഞങ്ങൾ വീട്ടിൽ 6 മാസം ബൈബിൾ ക്ലാസ് നടത്തി. റോമാലേഖനമൊക്കെ അദ്ദേഹം പഠിപ്പിച്ചത്. അപ്പോൾ എൻ്റെ കൂടെ 10-20 ചെറുപ്പക്കാരുണ്ട്. എൻ്റെ ചേട്ടന്മാരും ഞാനും അതുപോലെ സ്വന്തക്കാരും അല്ലാത്തവരും എല്ലാം കൂടെ ഒത്തിരി. ഇവർ കുറേ പേര് രക്ഷിക്കപ്പെട്ടു. ഇവർ രക്ഷിക്കപ്പെട്ട് വീട് വിലി നിർത്തി, സിനിമാ കാണൽ നിർത്തി, അങ്ങനെയുള്ള ആർഭാടങ്ങൾ നിർത്തി. നിർത്തി. അപ്പോൾ ഈ അച്ഛന്മാർ ഇതൊക്കെ പറഞ്ഞ് ഇവർ ഇന്ന് പറയാൻ തുടങ്ങി, നിങ്ങൾ വെള്ളം തേച്ച ശവക്കല്ലറകളാണ്. ഇതിനകത്ത് ബൈബിൾ യേശുക്രിസ്തു പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ ഇവർക്ക് അത്ര വിരോധമായി ഇവരുടേതായിരിക്കുന്ന ഈ ആചാരങ്ങളോട്. അങ്ങനെയെല്ലാം അങ്ങനെ വന്നു കഴിഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ ഇത് തന്നെ അങ്ങ് നിന്നുപോയി. എങ്ങനെ സംഭവിച്ചെന്ന് നമുക്കറിയത്തില്ല. പിന്നെ ഈ വന്നില്ല. അതിൻ്റെ പലരും പല രീതിയിൽ അങ്ങ് പോയി. ഈ പള്ളിയിലെ പ്രശ്നങ്ങളും എല്ലാം കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അങ്ങനെ പലരും പല രീതിയിൽ അങ്ങനെയാക്കി അങ്ങ് പോയി. അങ്ങനെ കുറേ വർഷങ്ങൾ അങ്ങനെ. പിന്നീട് ആ യാക്കോബായ പള്ളിയിൽ നിന്ന് പോന്ന ശേഷം പിന്നീട് ഞാൻ എങ്ങും പോകാതെ ഇങ്ങനെ എല്ലായിടത്തും പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. യാക്കോബ പള്ളിയിൽ പോകും, കത്തോലിക്ക പള്ളിയിൽ പോകും, CSC ഉണ്ടെങ്കിൽ അവിടെ പോകും, മർത്തോണ്ട് ഉണ്ടെങ്കിൽ അവിടെ പോകും, അങ്ങനെയുള്ളതായിരിക്കുന്ന പ്രവർത്തന സഭയിൽ പോകും. അങ്ങനെ എല്ലായിടത്തും ഒക്കെ പോയി കഴിഞ്ഞ് പിന്നെ ഇവിടെ ഒരു ഡോക്ടർ നരേന്ദ്രനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്ന് അങ്ങനെ അപ്പോൾ പ്രവർത്തന കാര്യങ്ങളൊക്കെ എല്ലായിട്ട് നടന്നു. അങ്ങനെ നടന്നപ്പോൾ എനിക്ക് തോന്നി ഒരു ശരിയായ ഒരു സഭയില്ലാതെ അതിങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ. സ്നാനം സത്യമാണെന്ന് മനസ്സിലായി. എവിടെയാണ് സ്നാനപ്പെടേണ്ടത്? നമ്മളെവിടെയെങ്കിലും ഈ തെറ്റായിട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും ശരിയാകുമ്പോൾ സത്യം അറിയുമ്പോൾ വീണ്ടും മാറണം. അപ്പോൾ അത് വേണ്ട. സത്യമായ സഭയിൽ ഏതാണെന്ന് വെച്ചാൽ ഒറ്റ സ്നാനമായിട്ട് അങ്ങനെ അങ്ങ് നടത്താമെന്നുള്ള ചിന്താഗതിയിൽ അവസാനം ഞാൻ TPM സഭയിൽ അന്ന് CPM സിലോൺ പെന്തക്കോസ്ത്. അല്ല, പാസ്റ്ററൊക്കെ ഈ ഇതിൽ മാറുന്നതിന് മുമ്പ് ഇവിടെ TPMന്റെ പ്രവർത്തനം അതിനൊരു 10-8 വർഷം മുമ്പ് ഇവിടെയല്ല, ഇച്ചിരി അപ്പുറമായിട്ട്. അപ്പോൾ അന്ന് ഞാൻ പോകുമായിരുന്നു. അന്ന് ഞാൻ നമ്മളവിടുത്തെ സ്ഥിര അംഗത്വമൊന്നും അല്ലെങ്കിൽ തന്നെയും ബൈബിൾ പഠിക്കുക എന്നുള്ളതായിരിക്കുന്ന കാര്യത്തിൽ ഞാൻ എവിടെ വേണമെങ്കിലും പോകും. അപ്പോൾ അങ്ങനെ ഞാനവിടെ പോകുമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് എനിക്കൊരു പ്രത്യേക നിയോഗം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഞാനന്ന് റേഷൻ കടയിൽ പണി ചെയ്യുക. റേഷൻ കട നമ്മുടെ സ്വന്തമാണ്. അങ്ങനെ പണി ചെയ്യുന്ന ഉച്ചയ്ക്ക് വരുന്നതായിരിക്കുന്ന സമയങ്ങളുണ്ട്. അത് ഇത് പിന്നെ ഈ ഇട ദിവസം ഞായറാഴ്ചകളൊക്കെ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് തുടങ്ങുന്നത് ഒരു സൺഡേ സ്കൂളാണ്. എൻ്റെ വീട്ടിൽ ഞാൻ തന്നെ ഒരു സൺഡേ സ്കൂൾ അങ്ങ് ആരംഭിച്ചു. അപ്പോൾ അതിനകത്ത് ഹിന്ദു പിള്ളേരുണ്ട്, മുസ്ലിം പിള്ളേരുണ്ട്, ക്രിസ്ത്യൻ പിള്ളേരുണ്ട്, 28-29 പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ ഈ പിള്ളേരെല്ലാം അപ്പോൾ നമുക്ക് ജാതി മതം അങ്ങനെയുള്ള ഇരിക്കുന്ന ഒരു കാര്യമില്ല. യേശുക്രിസ്തുവിനെ പ്രാർത്ഥിക്കുക, ആരാധിക്കുക, ഇതുള്ള പിള്ളേർക്ക് വചനം നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഒരു വർഷം നടത്തി കഴിഞ്ഞപ്പോൾ പിന്നെ ഇത് പകരം ചെയ്യാൻ ആളില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ അതങ്ങ് നിന്നുപോയി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ എന്നൊരു സഭ ആരംഭിക്കാമെന്ന് പറഞ്ഞ് 200 ഏക്കർ ചെന്നിട്ട് ഒരു CPMൽ ഉപദേശനെ വിളിച്ചു കൊണ്ടുവന്ന് ഞാൻ ആരംഭിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ 4 മുറിയാണുള്ളത്. അതിൽ ഒരു മുറി ഉപദേശിക്കാനായിട്ട് വിശ്രമിക്കാനായിട്ട് കൊടുത്തു, ഒരു മുറി പ്രാർത്ഥനയ്ക്കായിട്ട് വെച്ചു, ഒരു മുറി ഞങ്ങൾക്ക് കിടക്കാൻ, ഒരു മുറി അടക്കള. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതായിരിക്കുന്ന ഒരു സമയത്ത് എനിക്ക് തോന്നി ഒരു സെപ്പറേറ്റ് വീടാണ് നല്ലത്. ഞാൻ വീട്ടിൽ കിടന്നൊരു കട്ടിലെടുത്ത് വിറ്റ് അന്ന് 250 രൂപ എങ്ങാണ്ട് കിട്ടി. അതിന് ഞാൻ ഒരു 50 പേർക്ക് ഇരിക്കാവുന്ന ഒരു സൗകര്യത്തിൽ ഒരു കെട്ടിടം ഉണ്ടാക്കി. പുലിമഞ്ഞ എടുത്തത്. അങ്ങനെ കെട്ടിടം ഉണ്ടാക്കി ഒരു ജനലും വെച്ച് ഉണ്ടാക്കിയെടുത്തു. എന്നിട്ട് CPMലെ ചീഫ് മാസ്റ്റർ ഇവിടെ വന്നു. ചീഫ് മാസ്റ്റർ അങ്ങനെ എല്ലാ വീടുകളിലൊക്കെ ചെല്ലുക എന്ന് പറയുന്നത് വളരെ അസാധ്യമായ കാര്യങ്ങളാണ്. പക്ഷേ 1-2-3 ചീഫ് മാസ്റ്റർമാരൊക്കെ എൻ്റെ വീട്ടിൽ വരുമായിരുന്നു. അദ്ദേഹം അവിടെ വന്ന് പ്രാർത്ഥിച്ചു. എന്നോട് പറഞ്ഞു വേലക്കാരെ അയക്കാം എന്ന് പറഞ്ഞ്. അങ്ങനെ 2 സഹോദരിമാരെയും ഒരു ഉപദേശിനെയും ഒക്കെ അയച്ചു. ഇവിടെ പരിപാടി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് നാൾ അങ്ങനെ നടത്തി. അത് കഴിഞ്ഞ് അവർ താമസിച്ചുകൊണ്ടിരുന്ന അക്കരിയായിരുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ നടത്തിയാൽ പറ്റില്ല, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥലം വേണം, എങ്കിലേ ഞങ്ങൾ വരുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തരാം, കാരണം ആവശ്യം എൻ്റെ ആണല്ലോ, ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് എൻ്റെ ആവശ്യമാണ്. ഞാൻ പറഞ്ഞു ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഇവിടെ 15 സെൻറ്റ് സ്ഥലം കൊടുത്ത് അതിനകത്ത് ഞാനിങ്ങടെ കൂടി ഹോളെല്ലാം വെച്ച് നല്ല മനോഹരമായ രീതിയിൽ. അപ്പോൾ ഇവിടുത്തെ ഈ വാളറല്ലേ TPMന്റെ ഈ ആ പ്രാർത്ഥന
ആദ്യം പാസ്റ്ററുടെ വീട്ടിലാണ് ആരംഭിച്ചത്. അതെ അതെ പാസ്റ്ററാണ് അതിന് മുഖാന്തരം. അതെ അതെ അതെ. അതിനുശേഷം പിന്നീട് അവര് ഒരു വാടക വീട്ടിലേക്ക് മാറുകയും പിന്നീട് ഇത് പെർമനന്റ് ആയിട്ടൊരു സ്ഥലം വേണം എന്ന് കണ്ടപ്പോൾ പാസ്റ്ററുടെ സ്ഥലത്തിന്റെ ഒരു ഭാഗം 15 സെന്റ് അവർക്ക് കൊടുത്തു. അങ്ങനെ ഇപ്പൊ അവരൊരു പ്രാർത്ഥനാലയമായിട്ട് അങ്ങനെ മുമ്പോട്ട് വന്നു. അപ്പൊ ഇത് എത്ര വർഷമായി കാണും ഇങ്ങനെ ഈ TPM പ്രവർത്തനം ഇവിടെ ആരംഭിച്ചത്? ഏതാണ്ട് ഒരു 50 വർഷമായി എന്നാണ്, 45 വർഷമായി കാണും. മൊത്തം ഞാൻ വിശ്വാസത്തിൽ വന്നിട്ട് മൊത്തം 42-43 വർഷമാണ് ആയത്. അതിൻ്റെ ശേഷമാണ് ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇതിങ്ങനെ കൊടുക്കുന്നത്. അതുവരെ ഞാനുണ്ടാക്കിയ കെട്ടത്തിനകത്ത് വെച്ചു എൻ്റെ വീട്ടിൽ വെച്ചൊക്കെ ആയിരുന്നു. അപ്പോൾ അത്രയും വർഷം, അപ്പോൾ ഒരു 40 താഴെ, ഒരു 38-40 അത്ര ആയിട്ട്. ആരംഭകാലത്തിൽ ഈ TPM പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആളുകളുടെയൊക്കെ ഒരു സമീപനം എങ്ങനെയായിരുന്നു? വിശ്വാസികളൊക്കെ ഉണ്ടായിരുന്നോ? അന്ന് വിശ്വാസികൾ 8-10 കുടുംബങ്ങളുണ്ടായിരുന്നു. അന്ന് നല്ല പ്രവർത്തനങ്ങളും കാര്യങ്ങളും നല്ല വിശ്വസ്തരായ ദൈവദാസന്മാരും ഒക്കെ ആയിരുന്നു അന്നുണ്ടായിരുന്നത്. അതിനുശേഷം ഈ TPM നിന്ന് പാസ്റ്റർ ഈ IPC സഭയിലേക്ക് മാറാനായിട്ടുള്ള ഒരു കാരണം എന്താ? അപ്പോൾ അത് എനിക്ക് ദൈവവേലയ്ക്കുള്ള വിളി വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് നമ്മൾ കല്യാണം കഴിച്ച ആളാണല്ലോ, അപ്പോൾ അതിനകത്ത് ഇച്ചിരി അസൗകര്യം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അത് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് IPCയിലേക്ക്. അപ്പോൾ ഈ IPCയിൽ വന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായി? IPCയിൽ ഇപ്പോൾ വന്നിട്ട് 10-20 വർഷമായി. 93. 93-ലാണ് ഞാൻ IPCയിൽ വരുന്നത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ പാസ്റ്ററുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്? അപ്പോൾ 93 സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ 88 ഞാൻ ബിസിനസ് എല്ലാം നിർത്തി. അതിന് ബിസിനസ് ഉണ്ടായിരുന്നു പത്താമലി സിറ്റിയിൽ, അതെല്ലാം നിർത്തി. ദൈവം എന്നോട് നിർത്താൻ പറഞ്ഞു. ദൈവം പറഞ്ഞതുകൊണ്ട് നിർത്തിയില്ല, ദൈവം ദർശനത്തെ കാണിച്ച് നിർത്താനായിട്ട്. അങ്ങനെ ഞാൻ കടയിലുള്ള സാധനങ്ങളൊക്കെ എല്ലാവർക്കും ബില്ലിട്ട് കൊടുത്ത്, 4 കടക്കാർക്കായിട്ട് ബില്ലിട്ട് കൊടുത്ത് അങ്ങനെയാണ് വീട്ടിലേക്ക് വന്നത്. അപ്പോൾ IPCയിൽ വന്നപ്പോൾ ദൈവവേല ചെയ്യാനുള്ളതായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലുമാണ് ചെയ്തത്. അപ്പോൾ ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഒരു 10 ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു, ദൈവമേ ഒരു ഗൈഡൻസ് കിട്ടാനായിട്ട്. അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു പുസ്തകം എഴുതാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു ദൈവമേ, ഞാനത് മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല, എനിക്കതിനുള്ള വിദ്യാഭ്യാസമില്ല, വെറും 8ാം ക്ലാസ് പഠിത്തമേ എനിക്കുള്ളൂ, എനിക്കതിനുള്ള ജ്ഞാനമില്ല കർത്താവേ എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം എനിക്ക് വീണ്ടും ദർശനം തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു 2 ദിനവൃത്താന്തം 1-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യം എടുത്ത് വായിക്കാൻ പറഞ്ഞു. ഞാനെടുത്ത് വായിച്ചപ്പോൾ ശലോമോന് ദൈവം ജ്ഞാനം കൊടുത്ത വാക്യമാണ്. ഞാൻ പറഞ്ഞ ദൈവമേ, ശലോമോന് ദൈവം ജ്ഞാനം കൊടുത്ത വാക്യമാണ്, അതിലെനിക്ക് സന്തോഷമുണ്ട്, ഞാനെന്നാൽ ഞാൻ എഴുതാം. പക്ഷേ എൻ്റെ കയ്യിൽ പൈസയില്ല, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു പൈസയും ഇല്ല. അപ്പോൾ വീട്ടിൽ തന്നെ വല്ല ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ആയി. അപ്പോൾ വീണ്ടും ദൈവം എനിക്ക് ദർശനം തന്നു, എൻ്റെ കയ്യിലേക്ക് ആരോ പണം തരുന്നതായിട്ട്. എന്നിട്ട് ഈ പുസ്തകം ഞാൻ എഴുതുന്നതായിട്ടും പോസ്റ്റിൽ വഴി അയക്കുന്നത്, അനേകർ ഇത് വായിച്ചു നോക്കിയിട്ട് അതിനെക്കുറിച്ച് വിശകലനം ചെയ്യുന്നത്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ദൈവം എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ അങ്ങനെ ഞാൻ എഴുതാൻ കർത്താവേ എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് വെറുതെ കിടക്കുന്നൊരു ഷെഡ് ഉണ്ടായിരുന്നു അവിടെ പോയിരുന്ന് രാത്രി കാലങ്ങളിൽ ഇരുന്ന് എഴുതി. രാത്രി 12 മണിയോ 1 മണിയോ ഒക്കെ വരെ ഇരുന്ന് ഏകാഗ്രതമായിട്ട് എഴുതി. അപ്പോൾ അതിനകത്ത് ഒത്തിരി കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലാക്കാനിടയായി. അങ്ങനെ അതിനോടൊരുമിച്ചാണ് പിന്നെ ഞാൻ സഭാപ്രവർത്തനത്തിലേക്കും കടന്നു. ഇത് നമ്മൾ വിട്ടിട്ട് പിന്നെ IPC ആയിട്ട് ബന്ധത്തിൽ വന്നപ്പോൾ സഭ നമുക്ക് വേണമല്ലോ. അപ്പോൾ ഞാൻ പോയി ഒരു റൂം വാടകയ്ക്ക് എടുത്ത്, എൻ്റെ ജ്യേഷ്ഠൻ്റെ ഒരു റൂമാണ്, അത് വാടകയ്ക്ക് എടുത്തിട്ട് ഞാൻ അവിടെ ഇത് സെൻട്രൽ ഭാഷ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവിടെ കൊണ്ടുവന്ന് ആരംഭിച്ചു. അപ്പോൾ ഒപ്പം തന്നെ ഞാൻ ഈ പുസ്തകത്തിൻ്റെ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. പുസ്തകം ഇപ്പോൾ 4 പുസ്തകമുണ്ട്. ആ പുസ്തകങ്ങൾ ഏതാണ്ട് 6500-7000 കോപ്പികൾ കേരളത്തിലെ 60 ബൈബിൾ കോളേജിൻ്റെ എൻ്റെ പുസ്തകമുണ്ട്. 250 വലിയ ചർച്ചകളിൽ ഞാൻ ഈ പുസ്തകം കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ ശുശ്രൂഷ വളരെ അനുഗ്രഹമായിട്ട് ചെയ്തു. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് പാസ്റ്റർ ചെയ്യുന്നത്? ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പരസ്യമാണ് മെയിനായിട്ട്.
പരസ്യയോഗം എന്ന് പറഞ്ഞാൽ ഇടുക്കിയുടെ മിക്കവാറും പ്രദേശങ്ങളൊക്കെ കവർ ചെയ്തു. എറണാകുളം ജില്ലയുടെ പകുതി ഭാഗങ്ങൾ, തൊടുപുഴ ഭാഗങ്ങൾ. അല്ല, എങ്ങനെയാ സ്വന്തമായിട്ട് വണ്ടി ഉണ്ടോ? എങ്ങനെയാ? എനിക്ക് ദൈവം തന്ന ഒരു ആൾട്ടോ 800 മാരുതി, ഒരു ചെറിയ വണ്ടിയാണ്, അതാണ് ഉള്ളത്. അപ്പോൾ അത് ഞാൻ അത് ഈ ചെറിയ സ്ട്രേഞ്ചർ, പിന്നെ ഈ അഹൂജയുടെ ചെറിയ കോളാമ്പി പോലത്തെ ഇത്, അതിന് ശബ്ദമുണ്ട്. ഇമ്പക്സിൻ്റെ ഒരു ബോക്സ്, അങ്ങനെ 2-3 ബോക്സ് ഉണ്ട്. അത് 2-3 കൊണ്ടുപോകും. അങ്ങനെ ഓർണത്തിന് എന്തെങ്കിലും കേടായി കഴിഞ്ഞാൽ അപ്പം തന്നെ മറ്റെടുത്ത് ഉപയോഗിക്കും. പിന്നെ വേറെ നമ്മുടെ സുഹൃത്തുക്കളുടെയൊക്കെ ഇത് കൂട്ടത്തിലൊക്കെ പോകും. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ പോയി ഞങ്ങൾ 10-11 പേരാണ്. അപ്പോൾ ഒരു ദിവസം പാസ്റ്ററുടെ ഒരു പ്രവർത്തന ശൈലി എങ്ങനെയാണ്? എത്ര മണിക്ക് എഴുന്നേക്കും? ഞാൻ താമസിച്ച് കിടക്കും. താമസിച്ച് ഒരു 6 മണി മുതൽ അല്ലെങ്കിൽ 7 മണി മുതലൊക്കെ പ്രാർത്ഥനകൾ, രഹസ്യ പ്രാർത്ഥനകൾ ആരംഭിക്കും. അത് കഴിഞ്ഞിട്ട് ഒന്നിച്ചിരുന്നുള്ള പ്രാർത്ഥനയുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും രഹസ്യ പ്രാർത്ഥനയിലേക്ക് കിടക്കും. അങ്ങനെ ഒരു 11-12 ഒക്കെ മണി വരെ ഇരുന്ന് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ബൈബിൾ ധ്യാനം വിഷയങ്ങൾ ഒക്കെ എടുത്തിട്ട് പിന്നെ രാവിലെ ഒരു 5-6 മണിയൊക്കെ ആകുമ്പോഴാണ് എഴുന്നേൽക്കുന്നത്. അപ്പോൾ അന്നേരം ഒന്ന് പ്രാർത്ഥിക്കും. പിന്നെ ഇടയ്ക്ക് എല്ലാ ദിവസവും പരസ്യയോഗം ഉണ്ടോ? എല്ലാ ദിവസവും ഇല്ല. എല്ലാ ദിവസവും ഇപ്പം ചെയ്യാൻ പറ്റില്ല. നേരത്തെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അന്നേരം ഇവിടെ അടുത്തൊക്കെ അല്ലായിരുന്നു, കുറച്ച് പൈസ മതിയായിരുന്നു. ഇപ്പോൾ ഈ അകലേക്ക് പോകുന്നതുകൊണ്ട് ഒത്തിരി പൈസ ചിലവാണ്. നമ്മൾ കട്ടപ്പന സൈഡ്, ചെറുതോണി സൈഡ്, തോപ്രാംകുടി കഴിഞ്ഞ് തോപ്രാംകുടിയിൽ, അത് കഴിഞ്ഞ് പിന്നെ ചാലച്ചൂടിൻ്റെ മുകൾ വശത്ത്, പിന്നെ തൊടുപുഴയുടെ ഭാഗങ്ങൾ, ഇങ്ങനെയൊക്കെ അകലേക്ക് പോകുമ്പോൾ അതിനകത്ത് വണ്ടിക്കൂലി പൈസ നമുക്ക് കൂടുതൽ. മണിയാറൻകുടി എത്ര പ്രാവശ്യം എത്ര സ്ഥലങ്ങളിൽ പരസ്യവും നടത്തിയിട്ടുണ്ടാവും? ഒരു 700-ൽ പരം, 700-800 ഇടയ്ക്കായിട്ട്. ഇപ്പം ഞാൻ എണ്ണം കുറിക്കാറില്ല, മറ്റേ എണ്ണം കുറിക്കാറില്ല. ഇത്രയും ഇടത്ത് പരസ്യവും നടത്തി. ഏതാണ്ട് എല്ലാ ദിവസവും തന്നെ പരസ്യങ്ങളുണ്ട്. 12 വർഷമായിട്ട് ഞാനിപ്പോൾ അതാണ് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെയൊക്കെ എൻ്റെ കൂടെ ഞാൻ ആരെങ്കിലും ഒരാളെ വിളിച്ചോണ്ടെങ്കിൽ പോവുകയുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് ടീമായിട്ട് ഞങ്ങളിങ്ങനെ ആളുകൊണ്ട്. പ്രധാന വരുമാന മാർഗങ്ങൾ വേറെ ഒന്നുമില്ല. വിശ്വാസത്തിൽ ജീവിക്കുക. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സ്ഥലം വിറ്റായിരുന്നു. അത് വിറ്റ് മക്കളുടേതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ തീർത്തു. അത് കഴിഞ്ഞിട്ടാണ് ആ പൈസ കൊണ്ടാണ് ഞാൻ വാഹനം എടുത്തത്. പിന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആ പൈസ കൊണ്ടാണ്. വേറെ ആരുടെയും സഹായങ്ങളോ സപ്പോർട്ടുകളോ അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ അതങ്ങനെ ദൈവം അങ്ങനെ ആ രീതിയിൽ അങ്ങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ. അപ്പം ഈ ഇത്രയും നാളത്തെ ഈ പ്രവർത്തനം പരിശോധിച്ച് നോക്കുമ്പോൾ ദൈവം എന്നെ അത്ഭുതകരമായി വഴി നടത്തി എന്ന് പറയാൻ പറ്റുന്ന ചില സന്ദർഭങ്ങളൊന്നും പറയാമോ? അത് ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ഒത്തിരി ഉണ്ടെന്ന് പറഞ്ഞാൽ നിസാര ഇവിടെ ഈ വാതൊക്കെ നിൽക്കുന്ന എന്നെ ഒരു ചോരക്കാലി മരം ഒരു 500 വർഷം പഴക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ ചെറുപ്പത്തിൽ അത്രയും ഇതിൽ തന്നെ നിൽക്കുക. അതിൻ്റെ 2 ശകരങ്ങളുണ്ടായിരുന്നു. ഇത്രയും മുഴുപ്പുള്ള ഭയങ്കര 10-20 അടി നീളത്തിലുള്ള. അപ്പോൾ നമുക്കവിടെ സ്ഥലമുള്ളതുകൊണ്ട് ഞാനവിടെ ഒരു പുളിമരം ഉണ്ടായിരുന്നു. പുളി പറക്കാനായിട്ട് ഇറങ്ങിപ്പോയതാണ്. പുളി ഇങ്ങനെ കുനിഞ്ഞ് പറക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ പെട്ടെന്ന് അതിശക്തമായിരിക്കുന്ന ഒരു ശബ്ദം കേട്ടു. ഈ ശബ്ദം കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് നിവർന്ന് നോക്കുമ്പോഴൊന്നും കാണാനില്ല. പക്ഷേ എനിക്ക് മനസ്സിലായി ഭയങ്കര കൊടുങ്കാറ്റ് വരുന്നതാണ്. ഇത് മനസ്സിലായി ഉടനെ പിന്നെ ഞാൻ ചിന്തിക്കാനോ മുഴി വറക്കാനോ ശ്രമിച്ചില്ല. അവിടെ നിന്ന് പെട്ടെന്ന് ഓടി അതിൻ്റെ മുകളിലൊരു ഷെഡുണ്ടായിരുന്നു. ആ ഷെഡിൽ വന്ന് കയറിയപ്പോഴത്തേക്കും ഈ കൊടുങ്കാറ്റ് നമ്മുടെ അടുത്ത് വന്നു. അടുത്ത് വന്നിട്ട് ടപ്പോ എന്നും പറഞ്ഞൊരു ഒറ്റ ഒച്ചയാണ്. എനിക്ക് മനസ്സിലായി ഈ ചോരക്കാലിയാണ് ഓടിയുന്നത്. ഭയങ്കര സാധനം അത്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റത്തില്ല. അത് വരുന്നതിൻ്റെ നേരെ അടിയിലാണ് ഞാൻ നിൽക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ കൈ ഉയർത്തിയിട്ട് എൻ്റെ ദൈവമേ എന്നും പറഞ്ഞ് ഒറ്റ വിളിച്ചു. എൻ്റെ നേരെ വന്നതായിരിക്കുന്ന ആ മരക്കമ്പ് നേരെ വട്ടം തിരിഞ്ഞു. ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണിത്. നേരെ വട്ടം തിരിഞ്ഞിട്ട് റോഡിലേക്ക് ചെന്നടിച്ചു. റോഡിലേക്ക് അടിച്ചിട്ട് 3 ഇലക്ട്രിക് പോസ്റ്റ് വട്ടം ഒടിഞ്ഞു. കമ്പി വട്ടം പൊട്ടി. എൻ്റെ ഒരു 2-3 അടി അകലത്തിലൊന്ന് ഈ സാധനം വന്നു.
അപ്പോഴത്തേക്കും ഇവിടെ പെയ്ത്തോമിന്ന് അവർ ഇറങ്ങി വന്നിച്ച് എന്നാ പറ്റിയേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നും പറ്റിയില്ല എന്ന് പറഞ്ഞു. മൊത്തം ബ്ലോക്കായി. അവിടെ നിന്ന് പിന്നെ ഹൈവേ പോലീസിലേക്ക് വിളിച്ച് നോക്കിക്കോളി 100 കണക്കിന് വണ്ടികൾ അപ്പുറം ഇപ്പുറം വന്ന് നിറഞ്ഞു പോയി. റോഡ് കംപ്ലീറ്റ് ആയിപ്പോയി. ഒരു ഇല പോലും എൻ്റെ ദേഹത്ത് വീഴാതെ. ഇതുപോലെ എത്ര അനുഭവം പറയേണ്ടത്. 100 അനുഭവങ്ങളുണ്ട് ജീവിതത്തിൽ. നേരിയംകുളം പാലത്തിലേക്ക് ഞാൻ ബൈക്കും കൊണ്ട് അങ്ങോട്ട് കയറുകയാണ്. അത് 100-200 അടി താഴ്ചയിലല്ലേ ഇത് കിടക്കുന്നത്. പെട്ടെന്ന് ഈ ചെറിയൊരു ചാറ്റുമഴ ഉണ്ടായിരുന്നു. അങ്ങനെ റോഡ് തെന്നുന്ന ഒരു അവസ്ഥയായിരുന്നു. ഒരു പശുക്കിടാവ് എടുത്തു വട്ടം ചാടിയപ്പോൾ ഞാൻ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞപ്പോഴത്തേനും ഈ ബാക്ക് വീല് ബ്രേക്ക് ഇതങ്ങ് സ്റ്റക്കായിട്ട് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ വണ്ടി നേരെ കൊക്കയിലേക്ക് പോവുക. അതിൻ്റെ ആ എഡ്ജിൻ്റെ അവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായ സംഗതി പോയിന്ന്. സ്തോത്രമെന്ന് പറഞ്ഞ ഒറ്റ വിളി വിളിച്ചു. അന്നേരം വായിൽ വന്നു അതാ സ്തോത്രം. ഈ സ്തോത്രം വിളി വിളിച്ചപ്പോഴത്തേന് എനിക്കറിയത്തില്ല. ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുത്തു, ആൻ്റെ നേരെയാക്കി, വണ്ടി ക്ലിയറായി. കിടാവിൻ്റെ വഴിക്ക് പോയി. അപ്പോൾ അന്ന് എനിക്ക് മനസ്സിലായി ഒരു സ്തോത്രത്തിൻ്റെ വില, എൻ്റെ ജീവൻ്റെ വില. അപ്പോൾ ദൈവം ഇങ്ങനെ അത്ഭുതകരമായിട്ട് നടത്തുന്നു. ഇപ്പോൾ എവിടെയാണ് പാസ്റ്ററുടെ കൂട്ടായ ശുശ്രൂഷ? ഇപ്പം ഞാൻ പിന്നെ CPM സഭ ഞാൻ തുടങ്ങിയതെന്ന് പറഞ്ഞായിരുന്നല്ലോ. IPCക്ക് 4 സഭകൾ തുടങ്ങിയായിരുന്നു. ആ 4 2 ആരാധന ഹോളുണ്ട്, ആരാധന നടക്കുന്നുണ്ട്, ചാറ്റുപാറയും മച്ചിപ്പുളാവിലും. പത്തമ്മയിലുള്ള 2 സഭയുണ്ട്. അവിടെ ഇപ്പോൾ ഇരിക്കുന്ന പാസ്റ്റർമാർ അവർ ഇരിക്കുന്നുണ്ട്, പക്ഷേ അവർ സ്ഥലമൊന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ എന്താണ് പൊതുവെ ഈ പുതുതായിട്ട് ഈ സുവിശേഷ വേലയിലേക്ക് ഇറങ്ങുന്ന ഈ ചെറുപ്പക്കാരോട് പാസ്റ്റർക്ക് പറയാനൊരു സന്ദേശം? ഇത് ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്നതിൽ ഏറ്റവും മഹത്വകരമായിരിക്കുന്ന ശുശ്രൂഷയാണ്. ഇല്ലായ്മയും വല്ലായ്മകളൊക്കെ ഉണ്ടാവും, അതല്ല വിഷയം. ഞാനിപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം ഇപ്പോൾ 8 പേരെ സ്നാനപ്പെടുത്തി. ഇനി നാളത്തെ കഴിഞ്ഞ് ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞപ്പോഴത്തേനും സ്ത്രീ തീരുമാനം എടുത്തു, നാളത്തെ കഴിഞ്ഞ് ആ സ്ത്രീയെ സ്നാനപ്പെടുത്തണം. അപ്പോൾ 9 പേരായി. അതിന് മുമ്പുള്ള കാര്യം ഞാൻ പറയുന്നില്ല. അപ്പോൾ എൻ്റെ ശുശ്രൂഷയിൽ അനേക മദ്യപാനികൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ സംഭവം അധികം വേണമെങ്കിൽ ഒരു സംഭവം പറയാം. ഞാൻ തിരുവല്ല ടൗണിൽ കൂടെ എങ്ങനെ നടന്നു പോകാം. എൻ്റെ കൂടെ ഒരു പാർശ്വം കടയുണ്ട്. അപ്പോൾ അങ്ങനെ നടന്നു പോകുമ്പോൾ ഞങ്ങളിങ്ങനെ വർത്തമാനം നടന്നു പോകുമ്പോൾ ഞങ്ങളുടെ എതിരെ വശത്ത് വന്നായിരിക്കുന്ന ഒരു മദ്യപാനി, ആരായത് നമുക്കൊന്നും അറിയത്തില്ല. അയാളിങ്ങനെ ആടി ഇങ്ങനെ ഞങ്ങളുടെ നേരെ വന്നപ്പോൾ ഞാൻ അവിടെ അദ്ദേഹത്തിൻ്റെ തൊട്ട് മുമ്പിൽ നിന്നേച്ച് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് കൈവച്ചിട്ട് 2 വാക്കേ പ്രാർത്ഥിച്ചുള്ളൂ. ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോയി. ഞാനും എൻ്റെ കൂടെയുള്ള പാസ്റ്ററും ഞങ്ങളും പോയി. നമ്മളാ വിഷയം പിന്നെ മറന്നുപോയി. ഒരു 15 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ദൈവദാസൻ എൻ്റെ ഇടയ്ക്ക് എന്ന് വെച്ച് പറഞ്ഞു, പാസ്റ്റർ എന്നെ അറിയോ? ഞാൻ പറഞ്ഞില്ല. പാസ്റ്റർ ഒരു 15 വർഷം മുമ്പ് ഈ തിരുവല്ല പട്ടണത്തിൽ വെച്ച് ഒരു മദ്യപാനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഓർക്കുണ്ടോന്ന്. ഞാൻ പറഞ്ഞുകൊണ്ട് ആ മദ്യപാനി രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞു. അതിനാ സംഭവം. ആ മദ്യപാനി രക്ഷിക്കപ്പെട്ടു ചെങ്ങന്നൂർ IPC സഭയിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്ത ആ ചെറിയ ശുശ്രൂഷയുടെ ഫലം നമുക്കറിയാൻ കഴിഞ്ഞത് 15 വർഷം കഴിഞ്ഞപ്പോഴാണ്. ഇതുപോലെ ഒത്തിരി മദ്യപാനികളെ രക്ഷിക്കപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. പല സംഭവങ്ങളും നമ്മൾ നടത്തുന്ന മീറ്റിങ്ങിലൊക്കെ. ഞാനിപ്പോൾ വെളിപ്പാട് പുസ്തകമാണ് പഠിപ്പിക്കുന്നത്. ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചെന്നാൽ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് പോലെയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞേക്കണം അവർ സ്ഥിരം ചെല്ലണം എന്നാണ് പറഞ്ഞേക്കുന്നത്. വണ്ടിക്കൂലിയൊക്കെ അവർ തരും. അത് അവർക്ക് പഠിക്കണം. ഇതുവരെ അവർ പറഞ്ഞു ഇതുവരെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവമില്ല, വെളിപ്പാട് പുസ്തകം ആരും പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് അറിയത്തില്ല, അതുകൊണ്ട് ഭാഷ എല്ലാ ആഴ്ചയിലും വരണം എന്ന് പറഞ്ഞ് ചെല്ലാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 പേരെ താരപ്പെടുത്തിയെടുത്തു. അപ്പോൾ ഈ പരസ്യയോഗം നടത്തുമ്പോൾ തന്നെ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കുന്ന വേല അതിൻ്റെ അടുത്തുള്ളതായിരിക്കുന്ന എല്ലാ വീടുകളിൽ കയറി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ പരസ്യയോഗം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു മന്ദബുദ്ധിയായിരിക്കും ചെറുക്കനെ കണ്ട് അതിൻ്റെ തള്ള റോഡിലേക്ക് ഇറങ്ങി. ഞാൻ ആദ്യം വിചാരിച്ച് ഇവർ ഓടി ഇറങ്ങുന്നതൊക്കെ കൊണ്ട് എല്ലാം തെല്ലാൻ വരുന്നത്. അത് കഴിഞ്ഞപ്പോൾ ചെറുക്കനെ വിളിച്ചുകൊണ്ട് വരിക. നമ്മുടെ വലിയേട്ടന് വിളിച്ച് മന്ദബുദ്ധി ചെറുക്കൻ ഉണ്ടായിരുന്നു അതുപോലെ പ്രാർത്ഥിക്കാനായിട്ട്. പിന്നെ ഞങ്ങൾ ആ റോഡിൽ വെച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ കഴിഞ്ഞ ദിവസം അങ്ങനെ പല അനുഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതായിരിക്കുന്ന ശുശ്രൂഷയിൽ അതുപോലെ
ഒരു വീട്ടിൽ ഒരു എന്തോ ഒരു പ്രത്യേക തരം രോഗം, ഒരു സൈസ് ഈ മാനസിക രോഗമാണോ അതല്ല, ഈ ചുടലി രോഗം പോലെ അപൂർവങ്ങളിൽ അപൂർവ രോഗം. അപ്പോൾ ഞാനവിടെ ചെന്ന് സുവിശേഷം പറഞ്ഞു, ആ ആൾ ഒരു മിനിറ്റ് പോലും വെറുതെ ഇരിക്കില്ല, ഇങ്ങനെ ചലിച്ച് ഒരു ആർച്ച കുടുംബമാണ്. സുവിശേഷം പറഞ്ഞു. പറഞ്ഞ സുവിശേഷമൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. പ്രാർത്ഥിച്ചു, ഇറങ്ങിപ്പോന്നു. അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ കൂടെ ഉണ്ടാകുന്നവർ ഇറങ്ങി ചെന്നപ്പോൾ ഈ ആൾ സഖ്യമായി. ഇവരുടെ കൂടെ ആരാധനയ്ക്ക് ഹോളി ചെന്നേ. അപ്പോഴാണ് നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത് ചെറിയ ശുശ്രൂഷയല്ല. ഞാൻ ആദ്യമായിട്ട് ചാറ്റുപാറ സഭയെ ആരംഭിക്കുമ്പോൾ 12 വർഷം പ്രാന്തായിട്ട് നടന്ന ഒരു സ്ത്രീ, ഒരു എക്സൈസുകാരൻ്റെ ഭാര്യയാണ്. ഇവിടെ എല്ലാം കൂടെ പൊട്ടി വലിച്ച് പിന്നെ മുറുക്കം തുപ്പലുമായിട്ട് ഇങ്ങനെ വല്ലാത്ത പരുവത്തിൽ. അപ്പോൾ ഞങ്ങൾ വിസിറ്റിങ് ചെന്നതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, അവർ അനിയത്തിമാർ പറഞ്ഞു, ഭാഷ ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം, പക്ഷേ ഇവർക്ക് വേണ്ടി നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. യേശു ദൈവമാണ്, നിങ്ങൾ വിശ്വസിക്കും. പ്രാർത്ഥിച്ച വഞ്ചയിൽ എഴുതി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ തന്നെ ഒരിക്കലും ഉറങ്ങാത്ത സ്ത്രീ അപ്പം തന്നെ ഉറങ്ങി വീണു. ഞങ്ങൾ കൊണ്ട് കിടത്താൻ പറഞ്ഞു. കൊണ്ട് കിടത്തി. പിറ്റേ ദിവസം 8 മണിക്ക് 9 മണിക്കോ അങ്ങാണ്ട് എഴുന്നേക്കണത്. സുഖമായിട്ടാണ് എഴുന്നേറ്റത്. അത് കഴിഞ്ഞിട്ട് അവർ മീറ്റിങ്ങിന് വന്നു. ഞങ്ങൾ വിളിച്ചു നന്ദി പറഞ്ഞു. അനിയത്തിമാർ സഭയിൽ വന്നു. വലിയ അത്ഭുതം. അങ്ങനെ അനേക മാനസിക രോഗങ്ങൾ സുഖപ്പെട്ടിട്ടുണ്ട്, രോഗികൾ സുഖപ്പെട്ടിട്ടുണ്ട്. ഈ 42 വർഷമായി ഞാൻ മരുന്നെടുത്തിട്ട്. 42 വർഷമായി. അതായത് പൂർണ്ണ രോഗശാന്തി അനുഭവിക്കുന്ന ഒരാളാണ്. അതെ അതെ അതെ. 42 വർഷമായിട്ട് ഒരു മരുന്നും കഴിക്കുന്നില്ല. ഇതുവരെ കർത്താവ് അങ്ങനെ നടത്തി, ഇനി നടത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പലരോടും ചോദിച്ചിട്ട് പലർക്കും അത് കഴിയുന്നില്ല. ഇന്നിപ്പോൾ പലരും അങ്ങനെ ഇല്ല. നേരത്തെ പെന്തക്കോസ്തിൻ്റെ ആരംഭകാലത്തൊക്കെ ഇഷ്ടംപോലെ ആളുകളുണ്ടായിരുന്നു മരുന്നെടുക്കാത്തവരൊക്കെ. ഇന്നങ്ങനെ ആരും തന്നെ ഇല്ല. അപ്പോൾ ദൈവം അങ്ങനെ ഒരു കൃപ തന്നു. അതുകൊണ്ട് അങ്ങനെ ജീവിക്കുകയാണ് കർത്താവിന് വേണ്ടി. അതുപോലെ പറയാതിരിക്കാൻ പറ്റില്ല, 5 പ്രാവശ്യം കർത്താവായ യേശുവിനെ കണ്ടു. ദർശനത്തിൽ 5 പ്രാവശ്യം വ്യത്യസ്തമായിരിക്കുന്ന അനുഭവത്തിൽ കർത്താവിനെ 5 പ്രാവശ്യം കാണാനിടയായി. ദൈവത്തിൻ്റെ ശബ്ദം നേരിട്ട് കേട്ടു. ഈ 5ാമത്തെ പ്രാവശ്യം കർത്താവ് എനിക്ക് പ്രത്യക്ഷനായത് ഇവിടുന്ന് ഒരു 5 അടി അകലത്തിലാണ് അദ്ദേഹം നിന്നത്. തേജവനായിരിക്കുന്ന കർത്താവ് വെള്ളവസ്ത്രധാരിയായി പുഞ്ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് നിന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ കൊണ്ടുപോകാൻ വന്നാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി കർത്താവേ എന്ന് പറഞ്ഞു. അതാ കൊറോണ വൈറസിൻ്റെ തൊട്ട് മുമ്പുള്ള 2 മാസം മുമ്പാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ഒരു അല്പം കൂടെ ഈ ഭൂമിയിൽ വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി. അങ്ങനെ 5 പ്രാവശ്യം കർത്താവിനെ കാണാൻ ഒരു ഭാഗ്യം ലഭിച്ചു. അതൊരു നിസ്സാര കാര്യമല്ല, അത് ഭയങ്കര കാര്യം തന്നെയാണ്. ആ കർത്താവ് ആരാന്ന് എനിക്ക് മനസ്സിലായി. പലരും കാണുന്ന ഈ ഫോട്ടോയിലൊന്നും കാണുന്ന കർത്താവല്ല. അവൻ തേജോമനായിരിക്കുന്ന ദൈവം, അബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെയും പിതാക്കന്മാരുടെ ദൈവം. ആ ദൈവത്തെ വർണ്ണിക്കാനായിട്ട് കഴിയില്ല. എന്താണ് പാസ്റ്ററുടെ ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ്? ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? ഇനി എൻ്റെ ജീവിതത്തിൽ ഒരാഗ്രഹവും ഇല്ല. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഏകദേശം എനിക്ക് രോഗം വരുമ്പോൾ തന്നെ കർത്താവ് എന്നോട് സംസാരിക്കും. ഈ കഴിഞ്ഞ വർഷം രോഗം വന്നപ്പോൾ എന്നോട് പറഞ്ഞു, നിൻ്റെ വിശുദ്ധിയെ തേക്കാനാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, കർത്താവ് വിശുദ്ധിയെ തേക്കാൻ രോഗം വേണോ? ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അങ്ങനെയൊക്കെയാണ്. ചില കാര്യങ്ങളിൽ കർത്താവ് നമ്മളെ തേക്കാൻ അതിനൊരു ന്യൂനത വരാൻ പാടില്ല. എല്ലാം 100% തന്നെയാണ്. അപ്പോൾ കർത്താവ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് പോകാനായിട്ട് കഴിയും. അതാണ് അതിനകത്ത് സംഭവങ്ങൾ. അപ്പോൾ പാസ്റ്റർ പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും കാര്യം പിന്നെ ലഘുലേഖയുണ്ട്. ലഘുലേഖകളിൽ ഞാൻ തന്നെ എഴുതി, ഞാൻ തന്നെ അച്ചടിച്ചിറക്കി, ഞാൻ തന്നെ വിതരണം. എറണാകുളം ജില്ലയിൽ, കോട്ടയം ജില്ലയിൽ, തൃശ്ശൂർ ജില്ലയിൽ, പത്തനംതിട്ട ജില്ലയിൽ, ഇടുക്കി ജില്ലയിൽ, ഈ 5 ജില്ലകളിൽ ഞാൻ തന്നെ നേരിട്ട് എല്ലാ ടൗണുകളിലും നേരിട്ട് കൊണ്ടുവന്ന്, അതിലും പല അനുഭവങ്ങളൊക്കെ ഉണ്ട്. ആലുവയിൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കയറി കൊടുത്തു. 10 രൂപ ചീട്ടെടുത്തിട്ട് അതിനകത്ത് കയറി. എന്നിട്ട് ഈ ട്രെയിൻ വരുമ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് വടക്കേന്ത്യക്ക് പോകുന്ന ട്രെയിനാണ്. ഇങ്ങനെ ഓരോരുത്തർക്കൊക്കെ കൊടുത്ത് ഭയങ്കര അനുഗ്രഹമായിരുന്നു. അവസാനം റെയിൽവേ മാനേജർ എന്നെ
കയറി പിടിച്ചു. ഈ ചില ആളുകൾ ഇത് വലിച്ചെറിഞ്ഞു. അതാ പ്രശ്നം വന്നത്. ഈ വലിച്ചെറിയണ ഇയാൾ കണ്ട് ഓടി വന്നപ്പോൾ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുക. ഇയാളെ കൈയോടെ എന്നെ പിടിച്ച് പിന്നെ ഓഫീസിൽ കൊണ്ടുപോയി. ഓഫീസിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കയറ്റും, നിങ്ങൾ എന്ത് പ്രവൃത്തിയാണ് ചെയ്തത്, നിങ്ങളുടെ അഡ്രസ്സ് എന്താണ് എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് അഡ്രസ്സ് എല്ലാം അതിനകത്ത് കുറിപ്പിച്ചു, എല്ലാം വെച്ചു. ഇയാൾ പോയി പോലീസിനെ അന്വേഷിച്ചിട്ട് പോലീസിനെ കാണുന്നില്ല, റെയിൽവേ പോലീസ്. 2 പ്രാവശ്യം ഇയാൾ ഇറങ്ങിപ്പോയി എന്നെ അവിടെ ഇരുത്തി വെച്ചിട്ട്. ഈ 2 പ്രാവശ്യം എന്താണെന്ന് പറയാ, ദൈവം അത് അടച്ചു കളഞ്ഞു. ഒറ്റ പോലീസും ഇല്ല അവിടെ. അവസാനം അയാളും അടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും അയാൾ എന്നോട് പറഞ്ഞു പോക്കോളാൻ പറഞ്ഞു. നിങ്ങളെ ഫോൺ നമ്പർ എഴുതിയേക്കാൻ പറഞ്ഞു. ഫോൺ നമ്പർ എഴുതി വെച്ച് ഇറങ്ങിപ്പോന്നു. അപ്പോൾ അതുപോലെയുള്ള നരിക്കുന്ന അനേക സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. അവിടെയെല്ലാം ദൈവം സൂക്ഷിച്ചു. അപ്പോൾ ഈ വരുന്ന കാലഘട്ടങ്ങളിൽ വളരെ ശക്തമായ രീതിയിൽ സുവിശേഷ വേല ചെയ്യാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താല്പര്യം നമ്മുടെ മനസ്സിന് ഇതൊരു വിലക്കുറവില്ല. കുടുംബത്തിൽ ആരൊക്കെയുണ്ട്? ഭാര്യയുണ്ട്, 2 പെൺമക്കളാണ് ഉള്ളത്. ആ 2 പെൺമക്കൾ അവരുടെ എല്ലാ ചെറുപ്പത്തിൽ തന്നെ അവരെ കല്യാണം, അവർക്ക് മക്കളായി, പ്രാരാബ്ദങ്ങളെല്ലാം തീർന്നു. അവർക്ക് എല്ലാം കൊടുത്തു, എല്ലാ കാര്യങ്ങളും റെഡിയാക്കി, നമ്മുടെ കാര്യങ്ങളും റെഡിയായി. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും കർത്താവ് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ എപ്പോൾ പോകാനായിട്ട് നമ്മൾ റെഡിയായി. കർത്താവ് വരാമെന്നും എന്നോട് നേരിട്ട് പറഞ്ഞാലും വരാമെന്നും പറഞ്ഞ് പോയേക്കുന്നതല്ലേ, അപ്പോൾ വരാതിരിക്കാൻ പറ്റിയല്ല, വരും. അതുപോലെ ഞാൻ കർത്താവിന് വരെ പോയെന്നും പറഞ്ഞ് ഇവിടെ അടുത്ത് വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീ ഒരു ദിവസം രാവിലെ ഇവിടെ ഓടി വന്നു. പാസ്റ്ററെ ഞാനൊരു ദർശനം കണ്ടെന്ന് പറഞ്ഞു. എന്നാന്ന് ചോദിച്ചു. കർത്താവ് വന്നു പോയി എന്ന് പറഞ്ഞു. എന്നിട്ടോ ഞങ്ങളാരും പോയില്ല പാസ്റ്റർ പോകുമെന്ന് ഞാൻ കണ്ടെന്ന്. ഞാൻ പറഞ്ഞു നല്ല കാര്യം, ദൈവം അറിയിച്ചത് ദൈവം അറിയിക്കാതെ ഒന്നും ചെയ്യരുത് നീ. അപ്പോൾ കർത്താവിൻ്റെ വരകിൽ പോകുന്നവരുണ്ടെങ്കിൽ ദൈവം അത് ആരെയൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് നമ്മളെ നേരിട്ട് പറയും, അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയും. അതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതി അത്. ആയിക്കോട്ടെ. അപ്പോൾ ഇത്രയും സമയം പാസ്റ്ററുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് സംസാരിച്ചുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്ന ദൈവം പാസ്റ്റർ ധാരാളം അനുഗ്രഹിക്കും.